കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ പീരുമേട് പഴയ പാമ്പനാർ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിച്ചു വരുന്ന മത്സ്യമാംസ വ്യാപാര സ്ഥാപനങ്ങളിലെ മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതായി പരാതി. ദുർഗന്ധം മൂലം ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. പീരുമേട് പഴയ പാമ്പനാറ്റിൽ പ്രവർത്തിച്ചു വരുന്ന മത്സ്യമാംസ വ്യാപാര കേന്ദ്രങ്ങളിലെ മലിനജലമാണ് ദേശീയപാതയിലെ റോഡിലേക്ക് ഒഴുക്കിവിട്ടതായി പരാതി ഉയരുന്നത്. വൈകുന്നേരം വ്യാപാരം അവസാനിപ്പിച്ച കടകൾ വൃത്തിയാക്കിയ മലിനജലമാണ് ദേശീയപാതയിലെ റോഡിലേക്ക് ഒഴുക്കിവിടുന്നത്. തുടർന്ന് ദുർഗന്ധം മൂലം പ്രദേശവാസികൾ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് പറയുന്നു. ഇവിടെ നടത്തുന്ന മീൻകട, ഇറച്ചിക്കടയോ അതിൻ്റെ വേസ്റ്റ് വെള്ളങ്ങൾ അവർ ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ വേസ്റ്റ് വെള്ളങ്ങളും ഈ ഭയങ്കര അഴുകിയ സ്മെല്ലാണ്. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണത്. വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതിൻ്റെ വേണ്ട നടപടികൾ എടുത്ത്. ദുർഗന്ധം മൂലം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നിരവധിയായ കുടുംബങ്ങളാണ് ദേശീയപാതയ്ക്ക് മറുവശം താമസിക്കുന്നത്. ഇത്തരത്തിൽ മലിനജലം ഒഴുക്കിവിട്ടത് മൂലം ഇവരെയാണ് നേരിട്ട് ബാധിക്കുന്നതും. പഴയ പാമ്പനാർ ബസ് സ്റ്റോപ്പിന് സമീപം ഒരു ഇറച്ചിക്കടയും മീൻകടയും നടത്തുന്നുണ്ട്. അത് കാരണം കൊണ്ട് അതിലെ വേസ്റ്റ് വെള്ളങ്ങളെല്ലാം ഈ ഹൈവേയിലാണ് ഒഴുകി വരുന്നത്. അതിൻ്റെ സമീപത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അത് കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിടന്നുറങ്ങാൻ സാധ്യതയില്ല, ഭക്ഷണം പോലും കഴിക്കാനുള്ള നിവൃത്തിയില്ല, അതുപോലെ സ്മെല്ലാണ്. ഈ വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് തടസ്സമില്ല. എന്നാൽ മലിനജലം അടക്കം ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ വ്യാപാര സ്ഥാപനങ്ങളും ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട അധികൃതരും തയ്യാറാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പീരുമേട്.